പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയെ പാടെ മറന്ന രീതിയിലും പാടെ വെറുത്ത രീതിയിലുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് നയനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഓഫീസിൽ പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ നയനയെ വിളിക്കുകയോ അല്ലെങ്കിൽ നയനയോടൊന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ അനന്തപുരിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, ഇനി ഭാര്യയും ഭർത്താവും തെറ്റിപ്പിരിയുമോ എന്നുള്ള സംസാരമൊക്കെയാണ് അവിടെയാകെ പകരുന്നത്. അങ്ങനെ ആദർശ് ഓഫീസിലോട് നയനയോടൊന്നും യാത്രയൊന്നും പറയാതെ പോവുകയാണ്. ആ സമയത്ത് ഈ ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ ആദർശേട്ടന് പറ്റിയത്, ഒന്നും തുറന്നു പറയുന്നുമില്ലല്ലോ എന്നൊക്കെ സങ്കടത്തോടു കൂടി ചിന്തിക്കുകയാണ് നയന. അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞ ശേഷം നയന പിന്നാലെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. ഓഫീസിലെത്തിയ ഉടനെ തന്നെ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാത്തത്, എന്നോടിപ്പോൾ വെറുപ്പായല്ലേ, എന്നെ കാണുന്നത് പോലും ആദർശേട്ടന് ഇപ്പോൾ വെറുപ്പായല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെ വെറുപ്പാണ് എന്നുള്ളത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നത്, എൻ്റെ മുന്നിൽ നിന്ന് നീ പൊയ്ക്കോ, നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുകയാണ് ആദർശ്. ഇത് കേട്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ ആദർശേട്ടാ, ഞാൻ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, എന്നെ അവഗണിക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത്, നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല, ദയവ് ചെയ്ത് നീ എൻ്റെ മുന്നിൽ നിന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവര് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജയൻ അവിടേക്ക് വരുന്നത്. ആ സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ, എന്താ ഒരു ബഹളം, ഓഫീസിന്റെ പുറത്തോട്ട് ശബ്ദം കേട്ടു തുടങ്ങുന്നുണ്ട്. ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ അനന്തപുരിക്കാർക്ക് മോശത്തരമാണ്. നിങ്ങൾ പരിസരം മറന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, എന്തുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചാൽ മതി, അവിടെ നിന്ന് പ്രശ്നങ്ങൾ തീർക്കാം, ഇവിടെ ഓഫീസ് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഓഫീസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അത് മാത്രം ഇവിടെ നടക്കാൻ പാടുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിലെത്തിയിട്ട് തീരുമാനമാക്കാം, തൽക്കാലം ഇവിടെ ഇത് അവസാനിപ്പിക്കൂ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞാനും ബഹളം ഉണ്ടാക്കാനൊന്നും വന്നതല്ല അച്ഛാ, ആദർശേട്ടൻ എന്നെ വല്ലാതെ അവഗണിക്കുന്നുണ്ട്, എന്താണ് കാരണം എന്നുള്ളതും എന്നോട് തുറന്ന് പറയുന്നില്ല, കാരണം പറഞ്ഞാലല്ലേ അറിയുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, അത് മോള് ശരിക്കൊന്ന് ആലോചിച്ചാൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മോൾക്ക് തന്നെ മനസ്സിലാകും, അവന് താങ്ങാൻ പറ്റാത്തത് എന്തോ മോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അത് എന്താണ് എന്നുള്ളത് മോൾ തന്നെ ചിന്തിച്ചാൽ മതി, കാരണം മോൾക്ക് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും, കാരണം അത്രയ്ക്കും വലിയ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നയനയ്ക്ക് ഏകദേശം എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതെന്തായാലും ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല, വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ആദർശനോട് ഇക്കാര്യം തുറന്നു പറയണമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, കണ്ടോ അവൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ്, ഇനി അടുത്ത കള്ളങ്ങൾ പറയാനും അഭിനയിക്കാനുമുള്ള ആലോചനയിലാണ്, ഇവൾ വല്ലാതെ മാറിക്കഴിഞ്ഞു അച്ഛാ, ഇവൾ നമ്മളെയൊക്കെ ചതിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ആദർശ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണല്ലോ ആദർശേട്ടൻ പറയുന്നത്, വെറും തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തെറ്റിദ്ധാരണയൊന്നുമല്ല, ശരിയായ ധാരണ തന്നെയാണ്, നീ ഞങ്ങളെ ചതിക്കുകയും കബളിപ്പിക്കുകയുമാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, എന്തായാലും മോള് വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്ഷമിക്കാൻ പറ്റാത്തതുമാണ്, മോള് എന്തുണ്ടെങ്കിലും തുറന്നു പറയുമായിരുന്നു, പക്ഷെ അതിലൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, നിനക്ക് വല്ലാത്ത അകൽച്ച വന്നിട്ടുണ്ട്, നീ മറ്റാരെയോ സ്വപ്നം കണ്ടിട്ടാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജയൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളെയൊന്നും നിനക്കിപ്പോൾ ആവശ്യമില്ല, നിനക്ക് കൂട്ടായിട്ട് വേറൊരാളെ കിട്ടിയിട്ടുണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ നിന്റെ സന്തോഷം, അല്ലാതെ ഞങ്ങളല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ആരെ കൂട്ട് കിട്ടിയെന്നാണ് പറയുന്നത്, ഞാൻ നേർവഴിക്ക് നടന്നിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ മറുപടി പറയുകയാണ്. അപ്പോൾ തെറ്റായ രീതിയിൽ നീ നടന്നു എന്നല്ല പറഞ്ഞത്, അത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട, നിനക്ക് മനസ്സിലായിട്ടും നീ ഞങ്ങളോട് ഒന്നും പറയാത്തതാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നയനയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ആദർശിന് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓഫീസ് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇവിടെ വെറുതെ നിന്ന് അഭിനയിച്ച് ഞങ്ങളുടെ മനസ്സിളക്കാനൊന്നും നോക്കണ്ട, അതിൽ കാര്യമില്ല, നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക്, നിന്റെ മുഖവും എനിക്ക് കാണണ്ട, നിന്റെ ഓഫീസ് ജോലിയും ഒന്നും ഇവിടെ ചെയ്യണ്ട, തൽക്കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് നയനയെ ആട്ടിയിറക്കുകയാണ്. അങ്ങനെ സങ്കടത്തോടു കൂടി നയന ഓഫീസിൻ്റെ പടികളിറങ്ങുകയാണ്.